ഹരേ കൃഷ്ണ. ക്ഷേത്രത്തിലെ നിർമ്മാല്യ ദർശനം തൊഴുന്നതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്? പ്രകൃതിയിലെ ശക്തമായ ഊർജ്ജ ചൈതന്യങ്ങളും ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും ആ ഒരു ചൈതന്യവും ഭൂമിയിലേക്ക് പതിക്കുന്ന സമയമാണ് വെളുപ്പിനെ 3 മുതൽ 5:30 വരെയുള്ള സമയം എന്ന് പറയുന്നത്. ഇതിനെ ബ്രാഹ്മ മുഹൂർത്തം എന്ന് പറയുന്നു. ആ ഒരു പ്രകൃതിയിലെ ചൈതന്യം ഭൂമിയിലേക്ക് എത്തുമ്പോൾ അതൊരു 4:30 മണി വരെ സമയം ആയിട്ടുണ്ടാവും. എന്നാൽ അതിനു മുന്നേ തന്നെ ക്ഷേത്രത്തിലെ താഴികക്കുടം വഴിയും കൊടിമരം വഴിയും ഈ ചൈതന്യത്തെ സ്വീകരിച്ച് ദേവചൈതന്യമായിട്ട് അത് ചേർന്ന് അവിടെ മുഴുവനും സ്പ്രെഡ് ആവുകയും ചെയ്യും. ആ സമയത്ത് നമ്മൾ അമ്പലത്തിൽ എത്തണമെന്നും നിർമ്മാല്യ ദർശനം തൊഴണമെന്നുമാണ് പറയുന്നത്. തലേ ദിവസത്തെ അലങ്കാരത്തോടുകൂടി ഭഗവാനെ പുലർച്ചെ ദർശിക്കുന്നതിനെയാണ് നിർമ്മാല്യ ദർശനം എന്ന് പറയുന്നത്. ഔഷധ വീര്യമുള്ള സസ്യങ്ങളുടെ ഇലകളും പൂക്കളും കൊണ്ട് മൂടിയ ബിംബത്തിൽ ക്ഷേത്രകിണറ്റിലെ ശുദ്ധജലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. ഈ തീർത്ഥം ഭക്തർ സേവിക്കുന്നു. ശരീരത്തിലെ മർമ്മസ്ഥാനങ്ങളിൽ ഭസ്മചന്ദനാദികൾ പൂശുന്നു. മനുഷ്യൻ ശാരീരികവും ബുദ്ധിപരവും മാനസികവും ആധ്യാത്മികവുമായ ഉണർവ് നിർമ്മാല്യ ദർശനത്തിലൂടെ ലഭിക്കുന്നു എന്നാണ് പറയുന്നത്. പ്രകൃതിയിൽ നിന്നുള്ള ആ ഒരു ചൈതന്യവും ഭഗവാനിൽ നിന്നുള്ള ആ ഒരു ചൈതന്യവും കൂടെ കൂടിച്ചേർന്ന് നല്ലൊരു എനർജി ഫീൽ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. രാധേ രാധേ.